എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തുവന്ന 2 ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ തകർപ്പൻ ജയം നേടിയിരിക്കുകയാണ്. 6 വിക്കറ്റിനാണ് രോഹിത് ശർമ്മയും സംഘവും അഫ്ഗാനെ തകർത്തത്. 14 മാസത്തിനു ശേഷം T20 നായകസ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ രോഹിത്തിന് വിജയത്തോടെ തുടങ്ങാനായി എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇന്ത്യയുടെ T20 നായകനെന്ന നിലയിൽ രോഹിത് ശർമ്മ നേടുന്ന 40ാം ജയമാണിത്. 41 ജയം നേടിയ MS ധോണിയാണ് ഈ റെക്കോർഡിൽ തലപ്പത്തുള്ളത്. 2ാം T20യിൽ ഇന്ത്യക്ക് ജയിക്കാനായാൽ ധോണിയുടെ റെക്കോർഡിനൊപ്പമെത്താൻ രോഹിത്തിനാവും. എന്നാൽ കുറവ് മത്സരങ്ങളിൽ നിന്ന് കൂടുതൽ ജയം നേടിക്കൊടുക്കുന്ന ഇന്ത്യൻ നായകനെന്ന റെക്കോർഡിൽ ധോണിയെ പിന്നിലാക്കാനും രോഹിത്തിന് സാധിക്കും. 72 മത്സരങ്ങളിൽ നിന്നാണ് ധോണി ഇന്ത്യക്ക് 41 ജയം നേടിക്കൊടുത്തത്. എന്നാൽ 52 മത്സരത്തിൽ നിന്നാണ് രോഹിത് 40 ജയങ്ങൾ നേടിക്കൊടുത്തത്. T20 നായകനെന്ന നിലയിൽ ധോണിയേക്കാൾ മികച്ച വിജയശതമാനം രോഹിത്തിനാണ്. അടുത്ത അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയുടെ ഭാഗ്യം കെട്ട താരം എന്ന് പറയുന്നത് അത് മലയാളി താരം സഞ്ജു സാംസൺ ആണ്. അഫ്ഗാനിസ്ഥാൻ എതിരെയുള്ള T20 ടീമിൽ സഞ്ജുവിന് സ്ഥാനം ലഭിച്ചില്ലെങ്കിലും പ്ലേയിങ് 11-ൽ നിന്നും താരത്തെ ഒഴിവാക്കുകയായിരുന്നു BCCI. ഇപ്പോഴിതാ സഞ്ജുവിന് വലിയ പണി തന്നെ കിട്ടാൻ പോവുകയാണ്. ഇന്ത്യയുടെ മുൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയ ഋഷഭ് പന്ത് കൂടെ ഇന്ത്യൻ T20 ടീമിലേക്ക് തിരിച്ചുവരാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ ആണ് പുറത്തുവരുന്നത്. ഇതോടെ സഞ്ജുവിന്റെ കരിയർ അവസാനിക്കുമോ എന്ന നിരാശയിലാണ് മലയാളി ആരാധകർ. ഋഷഭ് പന്ത് വരാനിരിക്കുന്ന T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. നിലവിൽ KL രാഹുൽ ആണ് ഇന്ത്യയുടെ മെയിൻ വിക്കറ്റ് കീപ്പർ. പന്ത് കൂടെ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവന്നാൽ സഞ്ജു ഉൾപ്പെടെ എല്ലാ താരങ്ങളുടെയും സ്ഥാനം തെറിക്കും. പന്ത് ഒരു ഇടംകൈയ്യൻ ബാറ്റ്സ്മാൻ ആണ്, അതിന്റെ അഡ്വാൻറ്റേജ് താരത്തിനുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ T20 വേൾഡ് കപ്പ് ടീമിലേക്ക് ഋഷഭ് പന്തിനെ BCCI പരിഗണിച്ചേക്കും എന്നാണ്. അതുപോലെ ഇന്നലത്തെ മത്സരത്തിൽ ജിതേഷ് ശർമ്മ കൂടെ ഫോം ആയതോടെ സഞ്ജുവിന്റെ കരിയർ അവസാനിച്ചിരിക്കുകയാണ്. ജിതേഷ് ഇന്നലെ തകർച്ചടിച്ചതോടെ 2ാം T20 മത്സരത്തിലും സഞ്ജുവിന് അവസരം നഷ്ടമായേക്കും. ഫിനിഷിംഗിൽ റിങ്കു സിംഗ് മാരക പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുകൊണ്ട് തന്നെ അവിടെയും സഞ്ജുവിന് സ്ഥാനം ലഭിക്കില്ല. ചുരുക്കത്തിൽ സഞ്ജുവിന്റെ കരിയർ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും IPL മത്സരങ്ങൾ വരാനുണ്ട്. അതിൽ സഞ്ജു വെടിക്കെട്ട് പ്രകടനം കാഴ്ചവെച്ച് പന്തിനെ മറികടന്ന് ഇന്ത്യൻ T20 വേൾഡ് കപ്പ് ടീമിലേക്ക് ഇടം നേടുമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.